ഖാലിസ്ഥാനികൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളെ ആക്രമിക്കാനാണ് നിലവിൽ അവരുടെ പരിപാടി എന്നുള്ളതാണ് നമ്മുടെ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. സംഭവം വേറൊന്നുമല്ല, ബ്രിട്ടനിലെത്തിയ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം അവർ അഴിച്ചുവിട്ട പശ്ചാത്തലത്തിൽ ഇന്ത്യ ബ്രിട്ടനെതിരെ വലിയ രീതിയിലുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ആ ഖാലിസ്ഥാനികളോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? സമാനമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ ബന്ധം മുന്നോട്ട് പോവുക എന്നാണ് ഇന്ത്യ കൃത്യമായി ബ്രിട്ടനെ ശക്തമായ ഭാഷയിൽ നിലപാട് അറിയിച്ചത്. ഇതേ തുടർന്ന് ഖാലിസ്ഥാനികൾ ബ്രിട്ടനിൽ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ അമേരിക്കയിൽ ഒരു ക്ഷേത്രം ഖാലിസ്ഥാനികൾ ആക്രമിച്ചിരിക്കുകയാണ്. കാലിഫോർണിയയിലെ സ്വാമിനാരായൺ ക്ഷേത്രമാണ് ഇപ്പോൾ അവർ ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ആ ക്ഷേത്രത്തിന്റെ മതിലുകളിൽ വലിയ രീതിയിലുള്ള ഹിന്ദു വിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതി വെക്കുകയും ഹിന്ദുക്കൾ ഈ നാട് വിട്ട് പോകണമെന്നുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ കൂടി അമേരിക്കയിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇത്തവണ തെക്കൻ കാലിഫോർണിയയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രങ്ങളൊന്നായ സ്വാമിനാരായണ ക്ഷേത്രം അശുദ്ധമാക്കുന്ന രീതിയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ക്ഷേത്രത്തിന് നേരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. കാലിഫോർണിയയിലെ ചീനോ ഹിൽസിലുള്ള ഞങ്ങളുടെ ക്ഷേത്രം ഹിന്ദു സമൂഹത്തിനെതിരായ വിദ്വേഷ പ്രകടനത്തിന്റെ ഭാഗമായി ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് BAPS സ്വാമിനാരായണ ക്ഷേത്ര മാനേജ്മെന്റ് ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ക്ഷേത്ര മാനേജ്മെന്റ് ഇതിലൊരു ട്വീറ്റും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മനസ്താപം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിലെ ഹിന്ദു സഖ്യത്തിന്റെ അടക്കം പ്രസ്താവന ഇതിൽ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയിലെ ഹിന്ദുക്കളുടെ കൂട്ടായ്മ COHNA സംഭവത്തെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ നടന്ന മറ്റൊരു നശീകരണ സംഭവത്തെക്കുറിച്ചും അതിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ഖാലിസ്ഥാനികളുടെ ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹിന്ദു സംഘടന പല കാര്യങ്ങളും പറയുന്നത്. ലോസ് ഏഞ്ചൽസിൽ ഖാലിസ്ഥാൻ റഫറൻഡം എന്ന് വിളിക്കപ്പെടുന്ന ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ സംഭവം നടന്നതിൽ അതിശയിക്കാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അമേരിക്കയിൽ ഹിന്ദുക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണ ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഖാലിസ്ഥാനികളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഇത് വലിയ രീതിയിൽ ഹിന്ദുക്കളോടുള്ള ദേഷ്യമല്ല, മറിച്ച് ഇന്ത്യ മഹാരാജ്യത്തോടുള്ള ദേഷ്യമാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 25 കാലിഫോർണിയയിലെ സാക്രമെന്റോയിലുള്ള ശ്രീ സ്വാമിനാരായണ ക്ഷേത്രം ലക്ഷ്യമാക്കി ആക്രമണം നടന്നിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്കിലെ BAPS ക്ഷേത്രത്തിലും സമാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായതായാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ശക്തമായ ഭാഷയിലാണ് ഇതിനെ അപലപിച്ചിരിക്കുന്നത്. ഇത് അനുവദിച്ചു കൂടാൻ കഴിയാത്തതാണ്. ഖാലിസ്ഥാനികളുടെ ഈ വലിയ തീവ്രവാദത്തെ അനുവദിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ ശക്തമായി ഇതിനെ അപലപിച്ചിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ ഈ ഖാലിസ്ഥാനികൾക്കെതിരെ ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായിട്ടുള്ള നടപടി തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.